ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളീ നടന്നുകൊണ്ട് കൽപ്പാത്തി തേര് കാണാനാട്ടോ. പക്ഷേ ഇത് ഈ വർഷത്തെ അല്ല കേട്ടോ, കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ്. നമ്മൾ പാലക്കാടായതുകൊണ്ട് തന്നെ നമുക്ക് അടുത്താണ്. പക്ഷെ നമ്മൾ എല്ലാ പ്രാവശ്യവും നാട്ടിലുണ്ടാവാറില്ല. കഴിഞ്ഞ വർഷം എങ്ങനെയാണെങ്കിലും നമ്മൾ നാട്ടിലെത്തിയിട്ടോ കൽപ്പാത്തി തേരിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോയ വിശേഷങ്ങളാണ് കേട്ടോ. അത് നല്ല തിരക്കായിരുന്നു. പിന്നെ ഈ തേര് കാണുന്നതും നല്ലതാണെന്നാണ് പറയുന്നത്. 3 തേര് ഒരുമിച്ച് കാണണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല അഗ്രഹാരങ്ങളും അങ്ങനെയായിട്ട് നല്ലൊരു എന്തോ ഒരു ഫീൽ, ഒരു നല്ല ഗ്രാമീണ അന്തരീക്ഷം തന്നെയാണല്ലോ. അതുകൊണ്ട് നല്ലൊരു ഫീലാണ് നമുക്ക് അവിടെ പോയാൽ ഉണ്ടാവുക. പക്ഷേ ഈ രാത്രി കൽപ്പാത്തി തേരിൻ്റെ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിള്ളേരെയൊക്കെ വെച്ചിട്ട് അച്ഛനും അമ്മയും നമ്മളാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഓരോ തേര് കാണുന്ന വിശേഷങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ കൽപ്പാത്തി തേര് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണല്ലോ. അപ്പോൾ ഇതാ 3 തേരുകൾ കാണണം, അങ്ങനെയൊക്കെയുണ്ട് ഓരോരോ വിശ്വാസങ്ങൾ. അപ്പോൾ ഇതാ ഞങ്ങളും അങ്ങനെ തേരൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഈ കയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്നതും എല്ലാം ഭയങ്കര വ്രതമൊക്കെ എടുത്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. വൈകുന്നേരത്തെ സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പോയപ്പോൾ എന്താണെങ്കിലും നല്ല തിരക്കായിരുന്നു. ഇത് കഴിയണ ദിവസം അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു, എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും കൽപ്പാത്തി തേര് കാണാൻ പറ്റുകയാണെങ്കിൽ പോയി കാണുക. പാലക്കാടിൻ്റെ വലിയൊരു ആഘോഷമാണ് കൽപ്പാത്തി തേരെല്ലാം. ഞാനും ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇതെല്ലാം കാണുന്നത്. അതിന് മുന്നേ ഒന്നും വരാറൊന്നുണ്ടായിരുന്നില്ല. പിന്നെ കാണാൻ പറ്റുന്ന അവസരം. അപ്പോൾ ആ പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ വേണം പറഞ്ഞിട്ട് അച്ഛനും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. ഇത് പിന്നെ അമ്മയുടെ നിർബന്ധത്തിനാണ് കേട്ടോ ഇങ്ങനെ നടന്ന് കണ്ടതുമല്ല. എന്താണെങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ നല്ല തിരക്കി നമ്മളിങ്ങനെ പോകുമായിരുന്നു. നല്ല തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ കടകളൊക്കെ ഉണ്ടായിരുന്നു, വള മാല അങ്ങനെ. അത് കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ. അഗ്രഹാരങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ എന്താണെങ്കിലും തിരക്കായി, അതുകൊണ്ട് അധികമൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ എന്താണെങ്കിലും 4 അമ്പലങ്ങൾ പോലെ ഇവിടെ വരുന്നുണ്ടാവും. പിന്നെ ദേവരഥ സംഗമം കൂടി നടക്കുന്നുണ്ട് ഒരു അമ്പലത്തിൻ്റെ പന്തലായിട്ട്. അപ്പോൾ 3 രഥങ്ങളും ഒരുമിച്ച് വന്നിട്ട് അങ്ങനെ ദേവരഥ സംഗമം പോലെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത് കേട്ടോ. ആ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കൽപ്പാത്തി രഥോത്സവം കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങൾ ഇന്നാ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. ബൈ ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.